and loving name of Jesus on this Lord's Day. ഇന്ന് ഈ കർത്തൃദിവസത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങൾ നിങ്ങളെ വാഴ്ത്തുകയാണ്. God placed in my heart to give a message only for the church, not for the outsiders. സഭയിലുള്ളവർക്ക് മാത്രം വേണ്ടിയുള്ളതായ ഒരു ദൂതാണ് ദൈവം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. ഇത് വെളിയിലുള്ളവർക്ക് വേണ്ടിയുള്ള ദൂതല്ല. Only for the faithful workers and faithful believers, not for outsiders. വിശ്വസ്തയോടെ ജീവിക്കുന്ന സുവിശേഷ വേലക്കാർക്കും വിശ്വാസികൾക്കും ഉദ്ദേശിച്ചുള്ളതായ ദൂതാണിത്, പുറത്തുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. Outside people also are welcome to hear the word of God. After all, it is the counsel of God. ദൈവത്തിന്റെ അരുളപ്പാട് ശ്രവിക്കുവാനായി പുറത്തുള്ളവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇത് ദൈവത്തിന്റെ ആലോചനയാണല്ലോ. But because it's a message for the church, if any outsiders get offended, I excuse you for that. എന്നാൽ ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു ദൂതായിരിക്കുന്നതിനാൽ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആരെങ്കിലും ഇതിനാൽ ഇടറിപ്പോവുകയാണെങ്കിൽ അതിന് മുൻപായി തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. But on the other hand, if you accept the word of God in the good spirit, God will richly bless you. And I believe that may be the reason God brought you also this morning here. മറുഭാഗത്ത് നല്ല ആത്മാവിൽ ദൈവത്തിന്റെ ഈ ദൂത് നിങ്ങൾ കൈക്കൊള്ളുകയാണെങ്കിൽ ദൈവം നിശ്ചയമായും നിങ്ങളെ അനുഗ്രഹിക്കും. ആ ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കാം ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഞാൻ ഗണിക്കുകയാണ്. The subject is how to be ready for the coming of the Lord. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് എങ്ങനെ ഒരുങ്ങുവാൻ സാധിക്കും എന്നതാണ് ദൂത ആസ്പദമാക്കിയുള്ള വിഷയം. Beloved ones, the Lord wants all of us to be ready for the coming of the Lord, not tomorrow, not simply today, not in the afternoon, but now. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നാം എല്ലാവരും ഒരുങ്ങി കാത്തിരിക്കുവാൻ നാളെയല്ല, ഉച്ചയ്ക്ക് ശേഷവുമല്ല, പിന്നെയോ ഇപ്പോൾ തന്നെ കാണപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. The Lord called us with the definite purpose that we may be ready now. നാം ഇപ്പോൾ തന്നെ ഒരുങ്ങി കാണപ്പെടുക എന്നുള്ള ആ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. That is why the Lord brought us to this particular fellowship. ആയതുകൊണ്ടാണ് ഈ പ്രത്യേക കൂട്ടായ്മയിലേക്ക് നമ്മുടെ ദൈവം നമ്മെ കൊണ്ടുവന്നാക്കിയത്. I know there are other Pentecostal churches more educated than us. മറ്റ് പല പെന്തിക്കോസ്ത് വിഭാഗങ്ങളുണ്ട്, അവർ നമ്മെക്കാളും അഭ്യസ്ത വിദ്യരായിട്ടുള്ളവരാണ്. I never had been to a college or even Bible college. ഞാൻ ഒരു ബൈബിൾ കോളേജിലോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളതായ കാര്യങ്ങളിലോ ഞാൻ പഠിച്ചിട്ടുള്ളവനല്ല. No other college also. മറ്റു കോളേജിൽ ഞാൻ വിദ്യാഭ്യാസം നേടിയവനല്ല. And many of us cannot sing the way some other Pentecostal churches, talented, gifted, well organized way, they can sing far better than us. നമ്മിൽ പലർക്കും മറ്റ് പെന്തിക്കോസ്ത് സഭക്കാർ പാടുന്നത് പോലെ നന്നായി സംഗീത ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധമായ രീതിയിൽ നമുക്ക് പാടുവാനും അറിയാൻ പാടില്ല. Definitely I agree, there are better preachers, greater preachers than us in other Pentecostal churches. May God bless all those preachers. നമ്മെക്കാളും വളരെ വിദഗ്ധമായി പ്രസംഗിച്ചതായ സുപ്രസിദ്ധ പ്രാസംഗികന്മാർ മറ്റ് പെന്തിക്കോസ്ത് വിഭാഗങ്ങളിൽ ഉണ്ടെന്നുള്ളത് യാതൊരു സംശയവും കൂടാതെ ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ്. Definitely I admit there are great faith healers in so many other churches than in us. മറ്റ് പെന്തിക്കോസ്ത് വിഭാഗങ്ങളിൽ ഇന്ന് വിശ്വാസത്താൽ സൗഖ്യം പ്രാപിപ്പിക്കത്തക്കതായ പല വരപ്രാപ്തന്മാരും നമ്മേക്കാൾ ഉപരിയായിട്ടുള്ള ഞാൻ സമ്മതിക്കുകയാണ്. This is not a huge church building. There are Pentecostal churches, better, magnificent buildings than we have. ഈ ആരാധനാ ഹാള് ഒരു വലിയ ഹാളല്ല, ഇതിനേക്കാളും വലിയ വളരെ വിശിഷ്ടമായ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്ന ആരാധനാ ഹാളുകളും മറ്റ് പെന്തിക്കോസ്തുകാർക്കുണ്ട്. Like that, there are so many better things than we have in other Pentecostal churches. ഇങ്ങനെ നമ്മുടെ ഇടയിൽ കാണപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കാളും മെച്ചപ്പെട്ടതായ കാര്യങ്ങൾ മറ്റ് പെന്തിക്കോസ്തുകാർക്കുണ്ടെന്നുള്ളത് ഓർക്കുക. May God bless all those Pentecostal churches. ആ പെന്തിക്കോസ്ത് സഭകളെല്ലാം നമ്മുടെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. Let me tell you one truth openly this morning. I very often pray to bless other church leaders, other Pentecostal churches. ഒരു കാര്യം ഇന്ന് രാവിലെ ഞാൻ തുറന്നു പറയുകയാണ്, ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് മറ്റ് പെന്തിക്കോസ്തുകാരെയും മറ്റ് സഭാ നടത്തിപ്പുകാരെയും ദൈവമേ നീ അനുഗ്രഹിക്കണമേ എന്നതാണ്. And I request all the faithful believers, TPM also, please pray that God may bless them too. TPM സഭയിലുള്ളതായ എല്ലാ വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളതായ അപേക്ഷ മറ്റുള്ള പെന്തിക്കോസ്ത് സഭകളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. But one thing I know, I did not belong to this TPM.
I know definitely it is the Lord who guided me to come here. ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ഈ സഭയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നില്ല, പിന്നെയോ ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. I hated Pentecostal people altogether. ഞാൻ പെന്തിക്കോസ്തുകാരെ ആകമാനം വെറുത്ത വ്യക്തിയായിരുന്നു. Let me tell you, even after I received the Holy Spirit, I didn't want to join the Pentecost. After receiving the Holy Spirit, again I went back to my old Jacobite church. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതിന് ശേഷവും ഞാൻ പെന്തിക്കോസ്തുകാരനായി തുടരുവാൻ ആഗ്രഹിക്കാഞ്ഞതുകൊണ്ട് എന്റെ പഴയ യാക്കോബായ സഭയിലേക്ക് ഞാൻ പോവുകയാണ് ചെയ്തത്. But one day I cried out to God. എന്നാൽ ഒരു ദിവസം ഞാൻ എന്റെ ദൈവത്തെ നോക്കി നിലവിളിക്കുകയായി. Although I went, after receiving the Holy Spirit, I went to my old church for the Mass. But something deep in my heart, there was no real satisfaction and fulfillment in that Mass. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം കുർബാന കൈക്കൊള്ളുവാനായി ഞാൻ യാക്കോബായ സഭയിലേക്ക് പോയി. എങ്കിലും എന്റെ ഹൃദയാന്തർഭാഗത്ത് എനിക്കൊരു സംതൃപ്തിയോ ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. There was a cry in my heart, Lord, where should I go? ദൈവമേ, ഞാൻ എവിടെയാണ് പോയി ചേരേണ്ടത് എന്നുള്ള ഒരു വലിയ നിലവിളി എന്റെ ഹൃദയാന്തർഭാഗത്തു നിന്ന് ഉയർന്നു പൊങ്ങുകയായി. In 1959, I had a very clear vision. അങ്ങനെ 1959 വർഷത്തിൽ ഒരു വ്യക്തമായ ദർശനം എനിക്ക് ദൈവം തന്നു. Vision, I saw the white-clad saints. അതേ വെള്ളവസ്ത്രധാരികളായ വിശുദ്ധന്മാരെ ഞാൻ ദർശനത്തിൽ കാണുകയായി. God told me, these are my saints. ഇവർ എന്റെ വിശുദ്ധരാണെന്ന് ദൈവം എന്നോട് അരുളി ചെയ്തു. If you want to live a holy life, this is the fellowship I ordain for you. നീ വിശുദ്ധനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി നിയോഗിച്ചാക്കിയിരിക്കുന്ന കൂട്ടായ്മ ഇതാണെന്ന് ദൈവം എന്നോട് അരുളി ചെയ്യുകയായി. I will never leave you nor forsake you. അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്നും ദൈവം എന്നോട് അരുളി ചെയ്യുകയായി. It was not easy to obey what the Lord told me. ദൈവം അന്നോട് സംസാരിച്ചത് അനുസരിക്കുക എന്നത് അത്ര നിസ്സാര സംഗതിയായിരുന്നില്ല. Our Jacobite church is round the corner. അതെ, ഞങ്ങളുടെ യാക്കോബായ പള്ളി വീടിന് തൊട്ടടുത്തായിരുന്നു. That time the Pentecostal church in Ernakulam, about 20 kilometers away from my village. ആ കാലയളവിൽ എറണാകുളത്തെ പെന്തിക്കോസ്ത് സഭ ഏറെക്കുറെ 20 കിലോമീറ്റർ എന്റെ ഭവനത്തിൽ നിന്നും അകലെയായിരുന്നു. That means 20 kilometers to walk and the 20 kilometers to walk back. 20 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഞാൻ ആരാധനയ്ക്ക് പോകേണ്ടതായി വന്നു. And my school children will be looking at me and they will laugh. He doesn't have money, therefore walking. എന്റെ സഹപാഠികൾ എന്നെ നോക്കിക്കൊണ്ട് ഇവന് പണമില്ലാത്തത് കൊണ്ടാണ് ആരാധനയ്ക്ക് നടന്നു പോകുന്നതെന്നും എന്നെ പരിഹസിക്കുവാൻ തുടങ്ങി. But I am not telling about the as if I have done a great sacrifice by walking to worship. ആരാധനയ്ക്ക് പോകുവാനായി നടന്നു പോയതുകൊണ്ട് ഏതോ വലിയ ത്യാഗം സഹിച്ചു എന്നത് ഞാൻ പറയുകയല്ല. But because the Lord revealed me the truth, God put a desire in my heart to stand for the truth. ദൈവം ഈ സത്യത്തെക്കുറിച്ചുള്ളതായ വലിയ വെളിപ്പാട് എനിക്ക് തന്നതുകൊണ്ട് ഇതിനു വേണ്ടി നിലകൊള്ളുവാനും ദൈവം എനിക്ക് കൃപ തരികയാണ് ചെയ്തത്. Children of God, there are so many gifted people, talented preachers, singers and great men of God in so many other Pentecostal churches. May God bless them. Let us never despise them. അതേ പ്രിയരെ, മറ്റ് പെന്തക്കോസ്ത് സഭകളിൽ എത്രയോ ശ്രേഷ്ഠന്മാരായ ദൈവത്തിന്റെ പുരുഷന്മാരും അതേ വരപ്രാപ്തന്മാരും ടാലന്റുകളും കൃപകളും പ്രാപിച്ചവരുണ്ട്. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും അവരെ ആരെയും അധമമായി ഗണിക്കരുത്. I tell you that there are so many greater, better people than me in other churches. മറ്റ് സഭകളിൽ എന്നെക്കാളും ശ്രേഷ്ഠന്മാരായ എത്രയോ പേരുണ്ടെന്ന് ഞാൻ പറയട്ടെ. But I want to tell you, it is because God brought you here, you are here. എന്നാൽ ഒരു കാര്യം ഞാൻ ഊന്നി പറയുകയാണ്, ദൈവം നിങ്ങളെ കൊണ്ടുവന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. Because God kept you here, you are here. ദൈവം നിങ്ങളെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്നും നിങ്ങൾ ഇവിടെ കാണപ്പെടുന്നത്. There are so many good churches outside. ഇന്ന് വെളിയിൽ എത്രയോ നല്ല നല്ല സഭകളുണ്ട്. But Song of Solomon says there are 80 queens and 80 concubines and virgins without number, but my dove, my undefiled, is but one chapter. Song of Solomon, chapter 6, verse 8. ഉത്തമഗീതം 6-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കാം. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരുമുണ്ടല്ലോ. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായുള്ള ഒരുത്തി മാത്രം. Enough. There are 80 queens and 80 concubines and virgins without number. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരുണ്ടല്ലോ.
but my dove, my undefiled is but one. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായവളോ ഒരുവൾ മാത്രം. There is a group of saints whom God has chosen to be undefiled in their thoughts. തങ്ങളുടെ ചിന്തയിൽ പോലും നിഷ്കളങ്കമായി വിശുദ്ധമായി ജീവിക്കുവാൻ വിളിച്ചിരിക്കുന്നതായ ഒരു വിശുദ്ധ ഗണമുണ്ട്. I saw 144,000 standing on Mount Zion. 144,000 പേർ സിയോൻ മലയിൽ നിൽക്കുന്ന കാഴ്ച ഞാൻ കാണുകയുണ്ടായി. These are they which follow the Lamb whithersoever he goeth. കുഞ്ഞാട് പോകുന്നതൊക്കെയും അനുഭവിക്കുന്നവർ ഇവരത്രേ. These are not defiled with women. ഇവർ സ്ത്രീകളാൽ മാലിന്യപ്പെടാത്തവരാണ്. That word, that these are not defiled with women in the original, beloved ones, their minds were not defiled with unholy thoughts. That is the original. ഇവർ സ്ത്രീകളാൽ മാലിന്യപ്പെടാത്തവർ എന്നുള്ളതായ വാക്യത്തിന്റെ മൂലഭാഷയിൽ കാണപ്പെടുന്നത് ചിന്തയിൽ പോലും ഇവർക്ക് മാലിന്യം ഏശാത്തവരെന്നാണ്. Read 14:4. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. These are they which were not defiled with women, for they are virgins. ഇവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവരാണ്. That word, these are not defiled with women in the original. These are they which were not defiled in their thoughts. സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന വാക്കിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നതായ അർത്ഥം എന്തെന്നാൽ അവരുടെ ചിന്തയിൽ പോലും മലിനപ്പെടാത്തവരെന്നാണ്. Whether married or unmarried, these are not defiled in their thoughts. അവർ വിവാഹിതരോ അവിവാഹിതരോ ആകട്ടെ തങ്ങളുടെ ചിന്തയിൽ പോലും അവർ മലിനപ്പെടാത്തവരത്രേ. Pastor Paul had 5 children. He was a family man. പാസ്റ്റർ പോളിന് 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കുടുംബസ്ഥനായിരുന്നു. He raised up the Bible and the hands and told, I live a perfect holy life in my thoughts. അതേ തന്റെ സത്യവേദ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താൻ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, എന്റെ ചിന്തയിൽ പോലും ഞാൻ വിശുദ്ധമായ ജീവൻ നയിക്കുന്നവരാണെന്ന്. In Kottarakara Convention one day, Pastor A.C. Thomas preached, I live a perfect holy life. ഇൻ കൊട്ടാരക്കര കൺവെൻഷനിൽ പാസ്റ്റർ A.C. തോമസിന് പ്രസംഗിക്കുകയുണ്ടായി, ഞാൻ ഒരു പൂർണ്ണമായ ജീവൻ നയിക്കുന്നുവെന്ന്. Oh, there are 3 score queens and 4 score concubines and virgins without number. But my dove, my undefiled is but one. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളുമുണ്ട്, അസംഖ്യം കന്യകമാരുമുണ്ട്. എങ്കിലും എന്റെ പ്രാവും നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. Once Pastor A.C. Thomas preached, what is the difference with our church from other Pentecostal churches? ഒരിക്കൽ പാസ്റ്റർ A.C. തോമസ് ഇങ്ങനെ പ്രസംഗത്തിൽ ചോദിക്കുകയുണ്ടായി, നമ്മുടെ പെന്തക്കോസ്ത് സഭയ്ക്കും മറ്റുള്ള പെന്തക്കോസ്ത് സഭകൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത്? I was there when he preached. He preached boldly saying in chapter 8 of Romans, what the law could not do, in that it was weak through the flesh, God sent his own son to condemn sin in the flesh. Verse റോമലേഖനം 7-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതായ ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാഞ്ഞതിനെ ദൈവം തന്റെ പുത്രനിൽ കൂടെ ജഡത്തിൽ സാധിപ്പിച്ചു എന്നുള്ളതായ ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. What the law could not do, they could not live a holy life in the flesh. ന്യായപ്രമാണത്തിന് അസാധ്യമായത് എന്നു പറയുമ്പോൾ ആ ജഡത്തിൽ വിശുദ്ധമായി ജീവിക്കുവാൻ അതിനെ കൊണ്ട് കഴിഞ്ഞില്ല. Oh, beloved ones, the purpose of Jesus coming and dying is not simply for forgiveness of sinners. അതേ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് മരിച്ചത് വെറും പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നില്ല. Not simply to heal the sick. രോഗികളെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നില്ല. Even Sai Baba, and there are so many great men in the world, they also heal the sick. അതേ സായി ബാബായും അതുപോലെ എത്രയോ വലിയ ആളുകൾ ലോകത്തിൽ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നവരുണ്ട്. Jesus has done something greater. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഏതോ ഒരു മെച്ചപ്പെട്ട കാര്യം ചെയ്തിരിക്കുകയാണ്. What the low period time Old Testament people could not do is to live a holy life in the flesh, and Jesus came to fulfill that. പഴയ നിയമവിശുദ്ധന്മാർക്ക് ന്യായപ്രമാണ കാലത്ത് തങ്ങളുടെ ജഡത്തിൽ വിശുദ്ധമായി ജീവിക്കുവാൻ കഴിയാതെ പോയ കാര്യം യേശു തന്റെ ഈ ലോക ജീവിതകാലത്ത് വെളിപ്പെടുത്തുകയായിരുന്നു. Oh, by the grace of God and through your prayers, God is helping me every day to live a holy life. ദൈവത്തിന്റെ കൃപയാലും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാലും ഓരോ ദിവസവും വിശുദ്ധനായി ജീവിക്കുവാൻ എന്റെ ദൈവം എന്നെ സഹായിക്കുന്നു. I have to confess, I am far short of the standard of the holiness of faith. എങ്കിലും ദൈവത്തിന്റെ വിശുദ്ധിയുടെ തോതിൽ നിന്നും ഞാൻ വളരെ കുറവുള്ളവനാണെന്ന് ഞാൻ ഏറ്റുപറയട്ടെ. One thing, TPM believers and workers, we must be zealous for the holiness of God. എന്നാലോ TPM വിശ്വാസികളെ, വേലക്കാരെ, വിശുദ്ധിക്ക് വേണ്ടി
നാം തീഷ്ണതയുള്ളവരായിരിക്കണം. We must live for holiness and fight for holiness and die for holiness. നാം വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുക, വിശുദ്ധിക്ക് വേണ്ടി നാം പോരാടുക, വിശുദ്ധിക്ക് വേണ്ടി നാം മരിക്കുക. From the word of God we want to prove to the world through the power of the Holy Spirit a young man can live a holy life. By the way, I got saved when I was 17 years old, going to be 18. ഞാൻ 17 വയസ്സ് പ്രായമുള്ളപ്പോൾ 18ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോഴാണ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. തിരുവഴുത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു യൗവനക്കാരന് വിശുദ്ധമായി ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് തെളിയിച്ച് കാണിക്കുവാൻ സാധിക്കും. By the grace of God I could say God put a great desire in my heart to live a holy life, and I hope God has done that in your life too. വിശുദ്ധ ജീവിതം നയിക്കുവാനായി ഒരു വലിയ ആകാംക്ഷ ദൈവം എന്റെ ഹൃദയത്തിൽ തരുകയായിരുന്നു. ആ ആഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്ന് ഞാൻ കരുതട്ടെ. Solomon had so many wives, but he had one dove undefiled. സലോമോൻ പറയുന്നത് തനിക്ക് അനേകം ഭാര്യമാരുണ്ടായിരുന്നു, എങ്കിലും തനിക്ക് ഭാര്യ നിർമ്മലയായ ഒരു കന്യക ഒരുത്തി മാത്രമെന്നാണ്. There may be so many fellowships, children of God in the world. ഇന്ന് ഈ ലോകത്തിൽ അനേക കൂട്ടായ്മകളും ധാരാളം ദൈവമക്കളും ഉണ്ടായിരിക്കാം. Beloved ones, God has chosen us not to have a great big church and building and PhD people to preach. God wants a holy group of people. ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ലോകത്തിൽ ഒരു വലിയ സമൂഹമായി ബിരുദധാരികളായ പ്രൊഫസർമാരുള്ളതായ ഒരു വലിയ സഭയായി കാണുവാനല്ല, പിന്നെയോ ഒരു ചെറിയ കൂട്ടം വിശുദ്ധ ഗണമായി നമ്മെ കാണുവാൻ വേണ്ടിയാണ്. Abraham had many children. അബ്രഹാമിന് പല മക്കളുണ്ടായിരുന്നു. Through many wives, Keturah and Hagar and all. കെതൂറ, ഹാഗാർ എന്നീ ഭാര്യമാരിൽ കൂടെ അബ്രഹാമിന് പല മക്കളുണ്ടായിരുന്നു. There was one Isaac that was different. എന്നാലോ ഇസ്ഹാക്ക് എന്നുള്ള വാഗ്ദത്ത പുത്രൻ അവൻ വ്യത്യസ്തനായിരുന്നു. Genesis 25:5 we read, Abraham gave all that he had unto Isaac. അബ്രഹാമിന് ഉണ്ടായിരുന്നൊക്കെയും താൻ ഇസ്ഹാക്കിന് കൊടുത്തുവെന്ന് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്. 6th verse says, but unto the sons of the concubines which Abraham had, Abraham gave gifts and sent them away. എന്നാലോ അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കെല്ലാം ദാനങ്ങൾ കൊടുത്ത് അയച്ചുവെന്ന് 6-ാം വാക്യത്തിൽ വായിക്കുന്നു. Oh, so many children of God are there. They were given gifts. Gifts of healing, gifts of deliverance, gifts of this and gifts of that. But they couldn't stay with Abraham. They were all sent away. അത് അനേക മക്കളുണ്ടായിരുന്നു. അവർക്കെല്ലാം പരവിധമായ അനുഗ്രഹങ്ങൾ, ദാനന്തികൾ, വരങ്ങൾ, രോഗശാന്തിയുടെ വരം, മറ്റും പല വരങ്ങൾ കൊടുത്ത് അവരെല്ലാം അയക്കുകയായിരുന്നു. അവർക്കാർക്കും നമ്മളോട് ചേരുവാൻ സാധിച്ചില്ല. They were all Abraham's children, no doubt. അവരെല്ലാം അബ്രഹാമിന്റെ പുത്രന്മാരാണെന്ന് സംശയമില്ല. They couldn't live with Abraham. എങ്കിലുമോ അവർക്ക് അബ്രഹാമിനോട് കൂടെ താമസിക്കുവാൻ കഴിഞ്ഞില്ല. They were given various gifts and sent them away. അവർക്കെല്ലാം ദാനങ്ങൾ കൊടുത്ത് വരങ്ങൾ കൊടുത്ത് അവരെ വിടുകയായിരുന്നു. Isaac was not of that group. എന്നാൽ ഇസ്ഹാക്ക് ആ ഗണത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. Abraham gave all that he had unto Isaac. അബ്രഹാമോ തനിക്കുണ്ടായിരുന്നൊക്കെയും ഇസ്ഹാക്കിനാണ് കൊടുത്തത്. All that Abraham had was given to Isaac. അബ്രഹാമിനുണ്ടായിരുന്നൊക്കെയും അബ്രഹാം ഇസ്ഹാക്കിന് നൽകി. We read in Revelation 21:7, he that overcometh shall inherit all things. ജയിക്കുന്നവന് സകലവും അവകാശമായി ലഭിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നു. He that overcometh shall receive all things. ജയിക്കുന്നവന് സകലവും അവകാശമായി ലഭിക്കും. Dear children of God, പ്രിയ ദൈവമക്കളെ, Abraham has so many children. അബ്രഹാമിന് അനേകം മക്കളുണ്ടായിരുന്നു. Which group are you? എന്നാൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്? If you desire an overcoming life, you belong to Isaac's group. നിങ്ങൾ ഒരു ജയജീവൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇസ്ഹാക്കിന്റെ കൂട്ടത്തിൽ കാണപ്പെടണം. Don't mistake. I don't say TPM is Isaac. I don't say that. അത് TPM സഭയാണ്, ഇസ്ഹാക്ക് ഞാൻ പറയുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. I have seen so many people in the church who are, some of them are worse than the drunkards outside here. അതെ, ഒരു ചിലപ്പോൾ ഈ സഭയിൽ തന്നെ പുറത്തുള്ളതായ മദ്യപാനിയേക്കാളും മോശമായ രീതിയിൽ ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. I don't mean to say the banner of TPM people all are Isaac, all will go when Jesus comes. I don't say that. TPM എന്നൊരു പേരുള്ളത് കൊണ്ട് ഇവരെല്ലാം ഐസാക്കിനെ പോലുള്ളവരാണെന്നും എല്ലാവരും കർത്താവിന്റെ വരവിൽ പോകുമെന്ന് ഞാൻ പറയുന്നില്ല. But there is a truth given to live an overcoming life. എന്നാൽ ജീവൻ നയിക്കുവാൻ ആവശ്യമായ ഒരു സത്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. Consecrated ministry is essential to bring the people of God into perfection to go at the coming of the Lord. ദൈവത്തിന്റെ ജനത്തെ തികവിലേക്ക് വഴി നടത്തി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ പ്രതീക്ഷിക്കപ്പെടുന്ന ശുശ്രൂഷ അത്യന്താപേക്ഷിതമാണ് പ്രിയരെ. Jesus told a man and woman
when they get married, what we read in Ephesians chapter 5, look at the consecration of a married couple here. It says that എഫെസ്യ ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോൾ അവർ എത്തിച്ചേരുന്ന ബന്ധത്തെ നാം അവിടെ കാണുന്നു. 31 says, for this cause shall a man leave his father and mother and shall be joined unto his wife, and they two shall be one flesh, and this is a great mystery. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് എന്ന 31-ാം വാക്യത്തിൽ വായിക്കുകയാണ്. Look at the consecration an ordinary couple have to make. Bible says, for this cause they shall leave the father and mother and will be joined to the spouse to become one in the flesh, and this is a great mystery. ഇത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ അവർ ചെയ്യുന്ന പ്രതിഷ്ഠ തീരുമാനം നോക്കുക. എന്നാൽ ഈ മർമ്മം വലിയത് എന്ന് പൗലോസ് പറയുകയാണ്. By the way, when they say in the Bible great mystery, that means ordinary mind cannot understand the truth. ഈ മർമ്മം വലിയത് എന്ന് പറയുമ്പോൾ സാധാരണ മനസ്സുള്ളവർക്ക് ഇത് മനസ്സിലാക്കുവാൻ അസാധ്യമാണ്. What is that great mystery? ഈ വലിയ മർമ്മം ഏതാണ്? If a man and a woman, when they get married, if they have to forsake the father and mother, sometimes even the house and the land, to join to the spouse, listen, how much more when a person wanted to serve God and to become one in the spirit with Christ, to serve him, how much more that person has to leave the father and mother and the land and the house to become one with Christ in spirit. ഒരു മനുഷ്യൻ ഒരു സ്ത്രീ വിവാഹം ചെയ്ത് കഴിയുമ്പോൾ ആ വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് വേണ്ടി അപ്പനെയും അമ്മയെയും തന്റെ ഭവനത്തെയും സ്വന്തക്കാരെയും എല്ലാം പ്രതിഷ്ഠിച്ച് ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ആ പ്രതിഷ്ഠയേക്കാൾ അത്ര ഉപരിയായി അധികമായിട്ടായിരിക്കും സുവിശേഷം ചെയ്യുവാനായി അവരെത്തിയിരിക്കുന്നവർ തങ്ങൾക്കൊക്കെയും അപ്പനെയും അമ്മയെയും സകല സ്വത്തും മകളും ഈ ലോകത്തിൽ വിട്ട് യേശുവിനെ പിൻപറ്റേണ്ടിയിരിക്കുന്നു. When a person is leaving the father and mother and joining the wife or husband, nobody has any problem. ഒരു മനുഷ്യൻ തന്റെ അപ്പനെയോ അമ്മയെയോ മറ്റുള്ള ആളുകളെയോ ഉപേക്ഷിച്ചിട്ട് തന്റെ ഭാര്യയോട് പറ്റിച്ചേരുമ്പോൾ ആർക്കും ഒരു പരാതിയില്ല. But when a person wanted to serve God and leave father and mother and the land and the house and become one with Christ to serve him, people cannot understand. That is why it is called, it's a great mystery. എന്നാൽ കർത്താവിന്റെ വേല ചെയ്യുവാനായി ഒരു വ്യക്തി തന്റെ അപ്പനെയും അമ്മയെയും സ്വന്തക്കാരെയും നിലങ്ങളെയും വീടുകളെയും ഉപേക്ഷിച്ച് ക്രിസ്തുവിനുമായുള്ള ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ന് ലോകത്തിലുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ മർമ്മം വലിയത് എന്ന് പറയുന്നത്. Many preachers in the Pentecostal churches, still it remains a great mystery. They cannot understand this great mystery. പെന്തക്കോസ്തകളിൽപ്പെട്ട അനേക പ്രാസംഗികന്മാർക്കും ഇന്നും ഇത് ഒരു മർമ്മമായി കാണപ്പെടുകയാണ്. ഇതിന്റെ ആഴം ഗ്രഹിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. All the believers who understand the mystery, will you raise the voice and shout hallelujah? ഈ മർമ്മം ഗ്രഹിച്ചിട്ടുള്ള വിശ്വാസികളെല്ലാം തങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. Now you raised the hand and shouted hallelujah. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിരിക്കുകയാണ്. Heaven has heard it. അത് സ്വർഗം ശ്രവിച്ചിരിക്കുകയാണ്. Tomorrow if your son and daughter will come tell you, I want to leave father and mother and join the ministry, then also you have to say the same, shout hallelujah, okay? നാളെ നിങ്ങളുടെ മകനോ മകളോ വന്ന് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുവാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അപ്പോഴും ഈ ഹല്ലേലൂയ എന്ന് പറയണം. Will you do that? Some of you are laughing. Is it because of doubt or is it because of unbelief or faith? നിങ്ങൾ പലരും ചിരിക്കുന്നല്ലോ. അത് വിശ്വാസം കൊണ്ട് ചിരിക്കുകയാണോ അതോ അവിശ്വാസം കൊണ്ട് Can you once again shout hallelujah? Beloved ones, it is a great mystery to other churches. But for poor people has God revealed this mystery. അതേ പ്രിയരെ, ഇത് പുറത്തുള്ള സഭക്കാർക്ക് ഒരു വലിയ മർമ്മമാണ്. എന്നാൽ നമുക്ക് ഈ മർമ്മം ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. We must stand with the consecrated servants of God. പ്രതിഷ്ഠിക്കപ്പെട്ട സുവിശേഷ വേലക്കാരോട് കൂടെ നാം ഒറ്റക്കെട്ടായി നിൽക്കണം. We are a chosen generation. നാം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയത്രേ, Royal priesthood. രാജകീയ പുരോഹിതരത്രേ, വിശുദ്ധ വംശമത്രേ, Peculiar people ഒരു വിശേഷിക്കപ്പെട്ട ജനമത്രേ, who have been chosen to praise the goodness of God. അത് ദൈവത്തിന്റെ പുകഴ്ചയ്ക്കായി വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടം. Oh, what a great privilege it is. അതെ, ഇതെത്ര വലിയ ഭാഗ്യ പദവിയാണ് നേർത്തുള്ളത്. We must have a revelation if we have to remain and stand for this truth, beloved one. ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളണമെങ്കിൽ ഇതിൻ്റെതായ വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. Few weeks ago, last month I was in Ernakulam.
കഴിഞ്ഞ മാസം ഞാൻ എറണാകുളത്തായിരുന്നപ്പോൾ one mother brought her daughter to me. ഒരു മാതാവ് തന്റെ കുഞ്ഞിനെ മകളെ എന്റെ അടുക്കൽ കൊണ്ടുവന്നു. That mother belongs to another Pentecostal church. ആ മാതാവ് മറ്റൊരു പെന്തിക്കോസ്തൽ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. God daughter got a revelation about this ministry. She joined us and she's serving the Lord now in one of the faith homes in Calcutta. തന്റെ മകൾക്ക് ഈ സുവിശേഷ വേലയുടെ ഒരു വെളിപ്പാട് ദൈവം കൊടുക്കുകയും അങ്ങനെ ഈ വേലയ്ക്ക് വേണ്ടി അവളെ വിളിച്ച് വേദനിച്ച് കൊണ്ടുവരികയും ചെയ്തു. അവൾ കർത്താവിന്റെ വേല കൽക്കട്ട സെന്റർ ഒരു വിശ്വാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But that mother also is a faithful member of another Pentecostal church. ആ പ്രിയപ്പെട്ട മാതാവും മറ്റൊരു പെന്തിക്കോസ്ത് സഭയിലെ വിശ്വസ്ത വ്യക്തിയാണ്. And her son also is a pastor serving the Lord, I would imagine, faithfully in that other church. അവരുടെ ഒരു മകൻ ആ സഭയിൽ വിശ്വസ്തനായി കർത്താവിന്റെ വേല ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. But that mother told me one day she had a vision. എന്നാൽ ആ മാതാവ് എന്നോട് പറഞ്ഞത് തനിക്ക് ഒരു ദർശനം ഉണ്ടായി. The rapture took place. പെട്ടെന്ന് കർത്താവിന്റെ വരവ് സംഭവിച്ചു. Her daughter Minnie, she was taken up to glory to the presence of God at the rapture. തന്റെ മകൾ മിനി എന്നാണ് അവളുടെ പേര്. ഈ പെട്ടെന്നുള്ള കർത്താവിന്റെ വരവെങ്കിൽ ദൈവ സന്നിധിയിലേക്ക് അവൾ ആരോഹണം ചെയ്തു. And the mother saw how Minnie was going up and the glorious throne and the crystal city where the daughter was going. The mother could very clearly see, but she saw to her shock her son who is a pastor and herself were left behind. തന്റെ മകൾ മിനി പെട്ടെന്ന് കർത്താവിന്റെ വരവെങ്കിൽ എടുത്തു കൊള്ളപ്പെടുന്നതായും തടിക തുല്യമായ ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതായും ദൈവത്തിന്റെ സിംഹാസനത്തിലേക്കെല്ലാം പോകുന്നതായും ഇവൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താനും തന്റെ മകൻ പാസ്റ്ററും എടുത്തു കൊള്ളപ്പെട്ടില്ല എന്ന് അവർക്ക് ബോധ്യമായി. And in Calcutta recently when I was there, one young man who joined from another Pentecostal assembly to our church, I asked, why did you join? കൽക്കട്ടയിൽ വെച്ച് ഈ അടുത്ത സമയത്ത് മറ്റൊരു സഭയിൽ നിന്ന് നമ്മുടെ കൂട്ടായ്മയിലേക്ക് വന്ന ഒരു സഹോദരനോട് ഞാൻ ചോദിക്കുകയുണ്ടായി, എന്താണ് ഈ സഭയിലേക്ക് നിങ്ങൾ വന്ന് ചെയ്യുവാനുള്ള കാരണമെന്ന്. He told, I had a vision of the rapture and the chosen ones to be God, the coming of the Lord, not all of them, but the chosen ones are in the TPM, he told me. താൻ പറഞ്ഞത് കർത്താവിന്റെ വരവിന്റെ ഒരു ദർശനം എനിക്കുണ്ടായി. കർത്താവിന്റെ വരവിൽ എടുത്തു കൊള്ളപ്പെടുന്ന കൂട്ടം ഈ സഭയിൽ നിന്നുമാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാണെന്നായിരുന്നു. By the way, I don't mean to say, oh, if you come and join in TPM, you all are guaranteed to go at the rapture. I don't mean to say that. അതേ, വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ കൂട്ടായ്മയിൽ വന്നതുകൊണ്ട് കർത്താവിന്റെ വരവിൽ പോകുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. But truth is given. If you are willing to obey, you can receive the truth and be ready for the rapture. എന്നാലോ അതിന് പര്യാപ്തമായ സത്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അനുസരിക്കുവാൻ മനസ്സുള്ളവരാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ സാധിക്കും. One of the prominent Pentecostal church, the magazine of that church, the important leader of the church, I read an article written by him. ഒരു പ്രധാനപ്പെട്ട പെന്തിക്കോസ്ത് വിഭാഗത്തിന്റെ നടത്തിപ്പുകാരനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ലേഖനം ഞാൻ വായിക്കുകയുണ്ടായി. Still I have in my hands. ഇപ്പോഴും അത് എന്റെ കയ്യിലുണ്ട്. He says, all the born again Christians will be caught up at the coming of the Lord. രക്ഷിക്കപ്പെട്ടവരെല്ലാം കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുമെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ലേഖനം. If you take water baptism, if you receive the Holy Spirit, you will have greater reward in heaven. But that is not needed for you to go at the coming of the Lord. നിങ്ങൾ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയതായിരിക്കും. എന്നാലും എടുത്തുകൊള്ളപ്പെടുവാൻ അത് അത്യാവശ്യമില്ല എന്നാണ് ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. May the good Lord forgive the person, forgive the group of the Pentecostal church. ദൈവം ആ നടത്തിപ്പുകാരനോട് ക്ഷമിക്കട്ടെ, ആ സഭയോട് മാപ്പ് കാണിക്കുമാറാകട്ടെ. But what Jesus told is that even the people who left their boat and the net and consecrated everything and followed Jesus, Jesus told them, be ye also ready. തങ്ങളുടെ പടകും തങ്ങളുടെ വലയും തങ്ങൾക്കുള്ളതൊക്കെയും പ്രതിഷ്ഠിച്ച് യേശുവിനെ പിൻപറ്റിയവരോട് പോലും യേശു പറഞ്ഞത് നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കും എന്നാണ്. Jesus could have told, oh, you all are born again and you left everything, you consecrated and followed me, therefore you are already ready, and there was no warning for Jesus to give in that case. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, നിങ്ങൾക്കുണ്ടായതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് പ്രതിഷ്ഠിച്ച് വന്നിരിക്കുകയാണല്ലോ ആയതുകൊണ്ട് നിങ്ങളുടെ ഒടുക്കമായ നിങ്ങൾക്ക് മുന്നറിയിപ്പ് വേണ്ടതില്ല എന്ന് യേശു പറയുന്നില്ല. Now let me come to the cream of that point, how to be ready for the coming of the Lord. നമുക്ക് എങ്ങനെ കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടാം എന്നുള്ളതായ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. First, all this time what I wanted to emphasize
It is the Lord who graciously brought us to this fellowship, to this doctrine, to this teaching. നമ്മുടെ ദൈവം ഒരുവൻ മാത്രമാണ് നമ്മെ ഈ കൂട്ടായ്മയിലേക്കും ഈ സത്യത്തിലേക്കും ഈ ഉപദേശത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് മാത്രമാണ് ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. Now, the important subject, how to be ready for the rapture now. അതെ, കർത്താവിന്റെ വരവ് ഇപ്പോൾ സംഭവിച്ചാൽ നമുക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ എങ്ങനെ കഴിയും എന്നാണ് ചോദ്യം. One believer told me, Pastor, even if 6 months the Lord will give me, I don't think I will be ready. I have so many problems. ഒരു വിശ്വാസി എന്നോട് പറഞ്ഞത്, കർത്താവിന്റെ വരവിന് മുൻപായി 6 മാസം എനിക്ക് കാലാവധി തന്നാലും ഒരുങ്ങുവാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല, അത്രയധികം പ്രശ്നങ്ങൾ എനിക്കുണ്ടെന്നാണ്. If you think like that, beloved child of God, you are sincerely mistaken. പ്രിയ ദൈവവചനേ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുകയാണെന്ന് പറയട്ടെ. Now, how can we all be ready for the rapture? എങ്ങനെയാണ് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കുന്നത്? First of all, we read here in 1 Thessalonians chapter 5 verse 9 that we have an appointment for the rapture. 1 Thessalonians chapter 5 verse 9 says, God hath not appointed us to wrath, but to obtain salvation by our Lord Jesus Christ. തെസ്സലോനിക്കയിലെഴുതിയ 5-ാം ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം നമ്മെ കോപത്തിനല്ല, നമ്മെ അവന്റെ വരവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. To obtain salvation by our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. God has not appointed us for wrath. ദൈവം നമ്മെ കോപത്തിനായിട്ടല്ല നിയമിച്ചിരിക്കുന്നത്. Wrath means the tribulation period. ആ കോപം എന്നത് ഉപദ്രവകാലത്തെ കാണിക്കുകയാണ്. God has not appointed us for the tribulation period. അത് ഉപദ്രവകാലത്തിന് വേണ്ടിയല്ല ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത്. Then for what? പിന്നെ എന്തിനു വേണ്ടിയാണ്? Obtain salvation, final salvation by our Lord Jesus. യേശുക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിപ്പാനത്രേ അത് അന്ത്യ രക്ഷയെ കാണിക്കുകയാണ്. Here the salvation is final salvation or rapture. ഈ രക്ഷ എന്നത് അന്ത്യരക്ഷ അഥവാ ഉൽപ്രാവണത്തെ കാണിക്കുകയാണ്. God has not appointed us to wrath, but for the rapture. ദൈവം നമ്മെ കോപത്തിന് വേണ്ടിയല്ല, പിന്നെയോ അവന്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടി നിയമിച്ചിരിക്കുകയാണ്. Here, look at that word, that appointed. നിയമിച്ചിരിക്കുന്നു എന്ന ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. I will say an example. Perhaps the biggest company in India may be Tata. ഉദാഹരണമായി ഇന്ത്യയിലേക്കും ഏറ്റവും വലിയ ഒരു തൊഴിൽശാല ടാറ്റ കമ്പനിയാണെന്നിരിക്കട്ടെ. And the chairman of the company is giving you an appointment letter. ആ കമ്പനിയുടെ ചെയർമാൻ നിങ്ങൾക്ക് ഒരു നിയമന എഴുത്ത് തന്നിരിക്കുകയാണ്. David, stand up for a minute. Say, he only studied the 7th standard and he failed in the 7th standard also. ഉദാഹരണത്തിന് പറയുകയാണ്, ഇദ്ദേഹം 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അതും 7ാം ക്ലാസ്സിൽ തോറ്റുപോയി എന്നിരിക്കട്ടെ. The chairman of Tata knows that. ടാറ്റ കമ്പനിയുടെ ചെയർമാൻ അത് അറിയാം. He has lot of problem with memory. He just cannot remember everything. തനിക്ക് എല്ലാ കാര്യങ്ങളും ഓർക്കുവാൻ സാധിക്കുന്നില്ല, ഓർമ്മക്കുറവുള്ളാണെന്നിരിക്കട്ടെ. There are so many other problems. മറ്റും പല പ്രശ്നങ്ങളുണ്ട്. But knowing all these things, the Tata chairman gives him an appointment letter. എന്നാൽ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇദ്ദേഹം 7ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു നിയമന എഴുത്ത് കൊടുക്കുന്നിരിക്കട്ടെ. What is the appointment letter? ആ നിയമനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? From today you are appointed as the managing director of the whole Tata company. ഇന്നു മുതൽ മുഴുവൻ ടാറ്റ കമ്പനിയുടെയും മാനേജിംഗ് ഡയറക്ടറായി നിന്നെ നിയമിച്ചിരിക്കുകയാണ്. It's not calling for interview, don't mistake. He's given an appointment letter. ഇന്റർവ്യൂവിന് വിളിക്കുകയല്ല, പിന്നെയോ നിയമന എഴുത്ത് തന്നെ കയ്യിൽ കൊടുക്കുകയാണ്. So if he and the appointment letter is signed and sealed by the chairman. ആ നിയമന എഴുത്ത് കയ്യൊപ്പിട്ട് അതിന്റെ വീല് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. Can Brother David think this chairman may be fooling me? Perhaps he wanted to get 100 rupees bribe from me. That's why he's trying this. Can he think like that? ഈ ചെയർമാൻ എന്നെ കളിപ്പിക്കുവാൻ നോക്കുകയാണ്, എങ്ങനെയോ എന്റെ കയ്യിൽ നിന്ന് 100 രൂപ കൈക്കൂലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടാണ് ഈ എഴുത്ത് വന്നിരിക്കുന്നതെന്ന് ഈ ഡേവിഡ് ചിന്തിക്കുമോ? Can he ever think that the chairman of Tata is giving this letter of appointment? ടാറ്റയുടെ ചെയർമാൻ ഇങ്ങനെ ഒരു നിയമനം എഴുത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുവാൻ സാധ്യതയുണ്ടോ? All what he has to do with the appointment letter, he go appear there and take up his general manager's seat. ഈ നിയമന എഴുത്തുമായി ആ സ്ഥലത്ത് ചെന്ന് ജനറൽ മാനേജറിന്റെ ആ സ്ഥാനം താൻ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. And now again read the same
emphatic truth is mentioned. God has not appointed us to wrath, but to obtain salvation by our Lord Jesus Christ. ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത് കോപത്തിനായിട്ടല്ല, പിന്നെയോ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ളതായ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നാണ് 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. God has already given an appointment letter, and in that Bible verse is more stronger than an appointment letter from a chairman. ദൈവം നമുക്ക് ഈ നിയമന എഴുത്ത് തന്നിരിക്കുകയാണ് എന്നത്രേ. And heaven and earth shall pass away, but my word shall never pass away. കാരണം ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകാനും എന്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. We read in Ephesians 1:13, we are sealed with the Holy Spirit for that day. അത് പരിശുദ്ധാത്മാവിനാൽ ആ ദിവസത്തിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്ന 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ, എഫേസ്യർ 13-ാം വാക്യത്തിൽ വായിക്കുന്നു. So it is that sealed with the Holy Spirit, like the chairman has sealed the appointment letter, that you are appointed as the general manager of Tata. അത് നിങ്ങൾ ടാറ്റ കമ്പനിയുടെ ജനറൽ മാനേജറായി നിങ്ങൾ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സീലും അടിച്ചു കൊടുത്തതുപോലെ ദൈവം നമുക്ക് ഈ നിയമന എഴുത്തും അത് മാത്രമല്ല അവന്റെ മുദ്രയും തന്നിരിക്കുകയാണ്. God has brought us to the truth and filled with the Holy Spirit, and that is a seal that you are appointed for the rapture, not for the tribulation period. ദൈവം നമ്മെ ഈ സത്യത്തിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവെന്ന മുദ്രയും നമുക്ക് തന്ന് നമ്മെ കോപത്തിനായിട്ടല്ല, പിന്നെയോ യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയ്ക്കായി നമ്മെ വിളിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. If God has appointed you, the only person that can hinder the appointment is yourself. No, I refuse to go to and take up the chair of the general manager. You only can hinder it. ദൈവം നിങ്ങളെ അങ്ങനെ നിയമിച്ചിരിക്കുകയാണെങ്കിൽ മറ്റ് ഒരുവർക്കും ആ നിയമനത്തെ റദ്ദ് ചെയ്യുവാൻ സാധ്യമല്ല. നിങ്ങൾക്ക് മാത്രം ഒരുപക്ഷെ എനിക്ക് സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞ് ഒഴിയുവാൻ കഴിയും. How many of you believe today you are not appointed for the tribulation, but you are appointed for the rapture? നിങ്ങളെ ഉപദ്രവകാലത്തിന് വേണ്ടിയല്ല, പിന്നെ കർത്താവിന്റെ വരവെങ്കിൽ എടുത്തു കൊള്ളപ്പെടുവാൻ വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്നു എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? How many of you believe that you are appointed for the coming of the Lord, but not for the rapture? അത് കർത്താവിന്റെ വരവെങ്കിൽ എടുത്തു കൊള്ളപ്പെടുവാൻ വേണ്ടിയാണ്, ഉപദ്രവകാലത്തിന് വേണ്ടിയല്ല ദൈവം നിങ്ങളെ നിയമിച്ചിരിക്കുന്നതെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? All those who believe that you are appointed for the rapture, will you raise a hand and praise God till the assurance will fill your heart? എടുത്തു കൊള്ളപ്പെടുവാൻ വേണ്ടിയാണ് കർത്താവിനെ നിയമിച്ചിരിക്കുന്നതെന്ന് വിശ്വാസമുള്ളവരെല്ലാം ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടാകുന്നവരെയും എല്ലാവരും കണ്ണുകടച്ച് സ്തോത്രം ചെയ്യുക. Praise the Lord. ഹല്ലേലൂയ, 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 Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. appointment letter from the chairman of the Tata company. ടാറ്റ കമ്പനിയുടെ ചെയർമാന്റെ എഴുത്ത് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം You are made as appointed as the general manager. ജനറൽ മാനേജരായി നിങ്ങൾ നിയമിക്കപ്പെട്ടതിന് ശേഷം Will you be thinking about oh, I don't have proper memory, I don't have proper education, I don't have proper experience? Will you get worried about all this weakness? ഈ സ്ഥാനത്തിന് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയോ ഓർമ്മശക്തിയോ മറ്റുള്ളതായ യോഗ്യതകളോ ഒന്നുമില്ല എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുമോ?
chairman knows all your weakness more than you know. നിങ്ങൾക്ക് ഈ പോരായ്മ എല്ലാം ഉണ്ടെന്ന് നിങ്ങളെക്കാളും നന്നായി ആ ചെയർമാനെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. So Jesus knows all your weakness more than you know that. ആയതുപോലെ നിങ്ങളുടെ ബലഹീനത നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ ഉപരിയായി യേശുവിനറിയാം. Dear child of God, പ്രിയ ദൈവമക്കളെ, don't you worry about your weakness. നിങ്ങളുടെ ബലഹീനതയോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. Don't worry about your background. നിങ്ങളുടെ പശ്ചാത്തലമോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. Forgetting about the things which are behind and reaching unto the things which are before, I press toward the mark of the high calling of God in Christ Jesus. പിൻപിനുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിനുള്ളതിനായി താഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിക്കുന്ന വിളിനായി ഞാൻ മുന്നേറുന്നു. If Jesus appointed you for the rapture, which devil can shake you out of that appointment? യേശു ക്രിസ്തു നിങ്ങളെ അവന്റെ വരവിങ്കൽ എടുത്തു കൊള്ളപ്പെടുവാൻ നിയമിച്ചിരിക്കുകയാണെങ്കിൽ ഏത് പിശാചിനാണ് ആ പ്ലാൻ താറുമാറാക്കുവാൻ കഴിയുന്നത്? You belong to the rapture. You don't belong to the tribulation. നിങ്ങൾ ഉത്തരവാദിത്തമുള്ളവരല്ല, പിന്നെ എടുത്തു കൊള്ളപ്പെടുവാൻ പോകുന്നവരാണ്. Perhaps some of you might have heard the story of the Napoleon Bonaparte, the emperor of France. ഫ്രാൻസ് ദേശത്തിന്റെ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. One day while he was riding the horse went berserk and he was about to fall down from horseback. ഒരു ദിവസം താൻ കുതിരസവാരി ചെയ്യുമ്പോൾ കുതിര നിയന്ത്രണം വിട്ട് ഇദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് വീഴുവാൻ പോയി. That time an ordinary soldier saw that. He rushed and helped Napoleon to be back in the horseback. ആ സന്ദർഭത്തിൽ ഒരു സാധാരണക്കാരനായ ഒരു പടയാളി ഇത് കണ്ട് പെട്ടെന്ന് ഓടിച്ചെന്ന് ഇദ്ദേഹത്തെ ശരിയായി കുതിരപ്പുറത്തെടുത്തിരുത്തുകയുണ്ടായി. Napoleon was very happy. നെപ്പോളിയൻ വളരെ സന്തോഷമായി. He saluted the ordinary soldier and told, "Thank you, Captain." താങ്ക് യു, നന്ദി ക്യാപ്റ്റനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പടയാളിയെ നോക്കി ഇദ്ദേഹം സല്യൂട്ട് അടിച്ചു. And straight away the lunch time, the ordinary soldier went not to the ordinary soldiers' lunch place, they call it officers' mess. He went to the captain's mess where the captain's lunch is served. അന്നത്തെ ഉച്ചഭക്ഷണ സമയമായപ്പോൾ ഈ സാധാരണ പടയാളി ഉച്ചഭക്ഷണത്തിനായി സാധാരണ പട്ടാളക്കാരുടെ സ്ഥലത്തേക്ക് പോകാതെ ഉദ്യോഗസ്ഥന്മാർ ക്യാപ്റ്റന്മാർ കഴിക്കുന്ന മെസ്സിലേക്ക് ഭക്ഷണം കഴിക്കുവാനായി ചെന്നു. The one who is watching over, he pushed him and told, "You are an ordinary captain, don't you see? This is captain's mess." അവിടെ കാവൽക്കാരനായിരുന്ന ആ ആള് ഇദ്ദേഹത്തെ അകത്തോട്ട് വിടാതെ ഇത് ക്യാപ്റ്റന്മാർക്കുള്ള ഭക്ഷണശാലയാണ്, നീ സാധാരണക്കാരനായ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞ് പുറത്തോടിച്ചു. And the soldier told, "No, I am a captain." ഉടനെ ഈ പട്ടാളക്കാരൻ തിരിഞ്ഞു പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു ക്യാപ്റ്റനാണ്. "No, you don't have the star of a captain, you are an ordinary soldier." ഉടനെ കാവൽക്കാരൻ പറഞ്ഞത്, നിനക്ക് ക്യാപ്റ്റന്റെ സ്റ്റാർ ഒന്നുമില്ലല്ലോ, നീ സാധാരണ പട്ടാളക്കാരനാണ്. Again that he told, "No, I am a captain." വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഇല്ല, ഞാൻ ക്യാപ്റ്റൻ തന്നെയാണ്. The watchman got annoyed. ഉടനെ ഈ കാവൽക്കാരന് ദേഷ്യം വന്നു. "Who told you that you are the captain?" നീ ക്യാപ്റ്റനാണെന്ന് ആര് പറഞ്ഞു? The Emperor Napoleon told me I am a captain. അതെ, ഞാൻ ക്യാപ്റ്റനാണെന്ന് ചക്രവർത്തി നെപ്പോളിയനാണ് പറഞ്ഞിരിക്കുന്നത്. Then the watchman peered and saluted, "Come in, sir, come in, captain." ഇത് കേട്ടപ്പോൾ കാവൽക്കാരൻ ഞെട്ടിപ്പോയി. ഉടനെ അദ്ദേഹം സല്യൂട്ട് ചെയ്തിട്ട് വരിക വരിക എന്ന് പറയാതെ കൊണ്ടു. "Who told you you are appointed for the rapture?" നിങ്ങൾ എടുത്തുകൊള്ളപ്പെടുവാനായി നിയമിക്കപ്പെട്ടിരിക്കുന്നതാണ് ആരാണ് പറഞ്ഞിരിക്കുന്നത്? "Who told you that you are appointed for the rapture?" എടുത്തുകൊള്ളപ്പെടുവാനായി നിങ്ങളെ നിയമിച്ചിരിക്കുന്നത് ആരാണ് പറഞ്ഞിരിക്കുന്നത്? "Who told you that you are appointed for the rapture?" നിങ്ങളെ എടുത്തുകൊള്ളപ്പെടുവാനായി നിയമിച്ചിരിക്കുന്ന ആരാണ് പറഞ്ഞിരിക്കുന്നത്? Not any ordinary person. ഒരു സാധാരണ വ്യക്തി അല്ല എന്ന് പറഞ്ഞത്. The King of Kings and the Lord of Lords has spoken, and it is written, and it is sealed. രാജാവും കർത്താവാദി കർത്താവും അത് തിരുവായി മാറിയിരിക്കുകയാണ്, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, മുദ്ര കുത്തിയിരിക്കുകയാണ്. And who can separate you from that promise of God? ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ആർക്ക് സാധിക്കും? God has not appointed us for the wrath or tribulation, but appointed us for the rapture. ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത് ഉപദ്രവത്തിന് വേണ്ടിയോ കോപത്തിന് വേണ്ടിയോ അല്ല, പിന്നെയോ എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടിയത്രേ. Now the word of God says, "Be ye also ready." How can we be ready all the time? ഒരു ദിവസം ആ രത്നഖചിതമായ വാതിൽ തുറക്കപ്പെട്ട് നിങ്ങൾ തന്റെ പെരുവീതിയിൽ നിൽക്കുമ്പോൾ ജീസസ് will shake hand with you.
യേശു നിങ്ങൾക്ക് ഹസ്തദാനം നൽകും. And when Jesus may tell you, യേശു ഒരു പക്ഷേ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞേക്കാം, my child, all that I have done for you was only for your good. എന്റെ കുഞ്ഞെ, ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്തതൊക്കെയും Don't wait till that day to come. എന്നാൽ ആ ദിവസം വരാൻ നിങ്ങൾ കാത്തിരിക്കേണ്ട. Now you forgive God. ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് ക്ഷമിക്കുക. Let God be God. അതെ, ദൈവം ദൈവമായിരിക്കട്ടെ. You may have question about your sickness. നിങ്ങൾ നിങ്ങളുടെ രോഗങ്ങൾക്കായിരിക്കാം ദൈവത്തെ ചോദ്യം You ചെയ്യുന്നത്. may have some great problems in your family. You may be questioning God. നിങ്ങളുടെ കുടുംബത്തിലെ ചില ഗുരുതരമായ പ്രശ്നങ്ങൾ നിമിത്തമായിരിക്കാം ദൈവത്തെ ചോദ്യം ചെയ്യുന്നത്. Tonight, leave it to God. ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തെ വെറുതെ വിടുക. The word of God is coming. Forgive God. അതെ, ദൈവത്തോട് ക്ഷമിക്കുക എന്ന് ദൈവവചനം നിങ്ങളോട് പറയും. You may be a servant of God. You may be a believer. You may be a sinner. നിങ്ങൾ ഒരു കർത്താവിന്റെ ശുശ്രൂഷക്കാരനോ ശുശ്രൂഷക്കാരിയോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ ഒരു ഭാവിയോ ആയിക്കൊള്ളട്ടെ. You may be facing a situation that you don't have an answer. നിങ്ങൾക്ക് തക്കതായ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉയരുന്ന പ്രശ്നങ്ങളാൽ വലയം ചെയ്യപ്പെട്ട വ്യക്തിയായിരിക്കാം. Don't worry. ഭാരപ്പെടേണ്ട. If God did not answer your prayer, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാതിരുന്നാലും God has got a plan. ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ട്. I remember when I was small, I used to fall down with epileptic fits. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ചുഴൽ രോഗത്താൽ വീണിട്ടുള്ള സമയങ്ങളെ ഓർക്കുന്നു. So because often I was falling down, my elder brother always was escorting me to help me. ഞാൻ ഇങ്ങനെ അടിക്കടി രോഗത്താൽ വീഴുക നിമിത്തം എന്റെ മൂത്ത സഹോദരൻ എന്നെ സൂക്ഷിപ്പാനും രക്ഷിപ്പാനും എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായി. I did not like it at all. എന്നാൽ അങ്ങനെ എന്റെ പുറകെ നടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. I thought he is killing my freedom. ഞാൻ ചിന്തിച്ചത് എന്റെ സ്വാതന്ത്ര്യത്തെ പിടിച്ചമർത്താനാണ് ഇദ്ദേഹം എന്റെ പുറകെ നടക്കുന്നത്. I cannot play with other children freely because my big brother is all the time watching me. എന്റെ മൂത്ത ജ്യേഷ്ഠൻ എപ്പോഴും എന്റെ പിന്നിൽ നിരീക്ഷകനെ പോലെ നിൽക്കുന്നത് കൊണ്ട് മറ്റു കൂട്ടുകാരോടൊത്ത് സ്വാതന്ത്ര്യമായിട്ട് എനിക്കൊന്ന് കളിക്കാൻ പറ്റുന്നില്ല. One day I went to the chapel in my village. എന്നാൽ ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള പള്ളിയിലേക്ക് ഞാൻ പോയി. I gave an offering to the saint. അവിടുത്തെ ആ വിശുദ്ധന്റെ കയ്യിൽ ഞാനൊരു statue before the statue. അവിടുത്തെ ആ പ്രതിമയുടെ മുമ്പിൽ ഞാനൊരു കാണിക്കയിട്ടു. I sincerely prayed. ഞാൻ പരമാർത്ഥമായി പ്രാർത്ഥിച്ചു, Lord, take away my big brother. കർത്താവേ, എന്റെ മൂത്ത ജ്യേഷ്ഠനെ എടുത്തുകൊള്ളണമേ. You know what a problem he is giving me. കർത്താവേ, താൻ മുഖാന്തരം എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് കർത്താവിന് അറിയാമല്ലോ. I don't have any freedom to play or walk around. എനിക്ക് ഒന്ന് സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കാനോ കൂട്ടുകാരോടൊത്തൊന്ന് കളിക്കാനോ ഒന്നും സാധിക്കുന്നില്ല കർത്താവേ. I sincerely prayed. ഞാൻ പരമാർത്ഥമായി പ്രാർത്ഥിച്ചു. I didn't know why God didn't answer my prayer. ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാഞ്ഞത് എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. Now I thank God he did not answer my prayer. My elder brother is still healthy. I think he may be somewhere here, I suppose. എന്നാൽ ഇന്ന് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. എന്റെ മൂത്ത ജ്യേഷ്ഠനെ ദൈവം അന്ന് എടുക്കാഞ്ഞതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ ആരോഗ്യത്തോട് ഇന്നും ജീവിക്കുന്നു. ഒരുപക്ഷെ ഈ സദസ്സിൽ എവിടെയെങ്കിലും താനും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Will you be able to thank God for your unanswered prayers? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഉത്തരം നൽകാതിരിക്കുന്നതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? Don't wait to go to heaven to praise God. സ്വർഗത്തിൽ ചെന്ന് ദൈവത്തിന് അന്നൊരു സ്തോത്രം കൊടുക്കാൻ കാത്തിരിക്കണ്ട. If God answered, if he did not answer the prayer, he has something better for you. അതെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാതിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അതിനേക്കാൾ നല്ല ഒന്ന് ദൈവം നിങ്ങൾക്കായി കരുതുന്നുണ്ട്. Shall we praise God for all our unanswered prayers? നമ്മുടെ ദൈവം ഉത്തരം തരാത്ത അനേക പ്രാർത്ഥനകൾ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ. അവയെല്ലാം ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 Praise the Lord. സ്തോത്രം, 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 സ്തോത്രം. Time is limited. I have to stop in few minutes time. സമയം പരിമിതമാണല്ലോ. ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ അവസാനിപ്പിക്കാം. Forgive God. ദൈവത്തോട് ക്ഷമിക്കാം. Don't keep any grudge in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് ഒരു ഭാരവും വെച്ചുകൊണ്ട് Whether death or sickness or problem you are facing. അത് നിങ്ങളുടെ രോഗമോ ഏത് പ്രശ്നമോ അതെത്ര ആഴമുള്ളതായാലും Praise God for that. അതിനായി നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. Then devil will be put to shame. അപ്പോൾ പിശാച് ലജ്ജിച്ചു പിന്നിൽ. One day 10 children of Job died. ഒരു ദിവസം ഒറ്റ ദിവസം കൊണ്ട് ഇയ്യോബിന്റെ 10 മക്കൾ മരിച്ചു. All of them died in accident. എല്ലാവരും യാദൃച്ഛികമായിട്ടാണ് മരിച്ചത്. അപകടത്തിലാണ്
വേണ്ടിയാണ് മരിച്ചത്. But he thanked God for it. എന്നാൽ അതിനായി താൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. God blessed him richly. ദൈവം തന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. Some of your family members died. നിങ്ങളുടെ കുടുംബത്തിലുള്ള ചില വ്യക്തികൾ മരിച്ചു പോയേക്കാം. If you really learn to praise God for what happened, എന്നാൽ നിങ്ങളുടെ ആ കുടുംബത്തിൽ സംഭവിച്ചത് എന്തെന്ന് മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ he will turn your bitter into sweet. അവൻ നിങ്ങളുടെ കൈപ്പിനെ മധുരമാക്കി മാറ്റുകയും He will turn the water into wine. അതേവൻ നിങ്ങളുടെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയും You will become the happiest man on earth. അതേ നിങ്ങൾ ഭൂമിയിൽ ഏറ്റവും സന്തോഷവാനായി തീരും. I tell you, health and wealth will not give you lasting happiness. ആരോഗ്യവും സമ്പത്തും നിലനിൽക്കുന്ന സന്തോഷം തരികയില്ലെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയട്ടെ. It is the Lord Jesus Christ who can give you lasting happiness. നിലനിൽക്കുന്ന സന്തോഷം തരുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. Oh, the day that I was born again, ഞാൻ പുതുതായി ജനിച്ച ദിവസം after that night, ആ രാത്രിക്ക് ശേഷം next morning, while I was brushing the teeth on the compound, അടുത്ത ദിവസം രാവിലെ ഞാൻ മുറ്റത്ത് നിന്നുകൊണ്ട് പല്ല് തേക്കുന്ന സമയത്ത് my neighbor saw me എന്റെ അയൽക്കാരൻ എന്നെ കണ്ടു. and to ask me, എന്നോട് ചോദിച്ചു, while brushing the teeth, why are you smiling? നീ പല്ല് തേക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? I didn't know I was smiling. ഞാൻ ചിരിക്കുകയാണെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. Last night's joy was really filling my heart. കഴിഞ്ഞ രാത്രിയിലെ സന്തോഷം വാസ്തവത്തിൽ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. Bible says Christian life is joy unspeakable and full of glory. അതെ, ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നു, ക്രിസ്തീയ ജീവിതം എന്നത് പറഞ്ഞു തീരാത്ത ആനന്ദവും സന്തോഷവും നിറഞ്ഞതാണ്. Your money will not make you happy, only Jesus. നിങ്ങളുടെ പണം നിങ്ങളെ സന്തോഷം. All the sicknesses from all your family gone, only it is Jesus who can give you happiness. അത് ഏതെല്ലാം രോഗങ്ങൾ നിങ്ങൾക്കുണ്ടായാലും നിങ്ങളുടെ കുടുംബമെല്ലാം പേരാനും നിങ്ങളെ സന്തോഷത്തോടെ നടത്തുവാൻ യേശുവിന് കഴിയും. Therefore, forgive God. അതിനാൽ ദൈവത്തോട് ക്ഷമിക്കുക. Don't keep any bitterness and question against God. ദൈവത്തിന് വിരോധമായി ഏതെങ്കിലും ചോദ്യങ്ങളോ കൈപ്പോ ഹൃദയത്തിൽ കരുതരുത്. Let me come to the last step of forgiveness. ക്ഷമയുടെ അവസാന പടിയിലേക്ക് ഞാൻ വരട്ടെ. Forgive others. മറ്റുള്ളവരോട് ക്ഷമിക്കാം. Have you really forgiven others? നിങ്ങൾ വാസ്തവത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുണ്ടോ? Bible says, as Christ forgave us, forgive others. തിരുവെഴുത്ത് പറയുന്നത്, ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിപ്പീൻ. That is the climax of happiness. സന്തോഷത്തിന്റെ പരമാവധി അനുഭവമാണത്. Let me tell you once again. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, When we really forgive as Christ forgave, that is the climax of happiness. ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് വാസ്തവത്തിൽ ക്ഷമിക്കുന്നുവെങ്കിൽ സന്തോഷത്തിന്റെ ഏറ്റവും ഉന്നതമായ പടിയാണത്. You may say, I forgive you, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാൻ കഴിയും. but don't talk to me anymore. എങ്കിലും ഇനിമേൽ നീ എന്നോട് I will സംസാരിക്കില്ല. not talk to you. ഞാൻ നിന്നോടും But സംസാരിക്കുകയില്ല. I have forgiven you എന്നാൽ anyway. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. Word of God says, Christ forgave, you forgive. തിരുവെഴുത്ത് എന്ന് പറയുന്നു, ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിപ്പീൻ. Suppose Jesus says, my child, Tangachan, I forgive you, but don't talk to me anymore, and I will not talk to you anymore. Will you be happy with that forgiveness? ക്രിസ്തു നിങ്ങളോട് പറയുന്നുവെന്നിരിക്കട്ടെ, എന്റെ മകനെ തങ്കച്ച, നീ ചെയ്തതൊക്കെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷേ ഇനിമേൽ ഞാൻ നിന്നോട് ഒരു വാക്കും സംസാരിക്കുകയില്ല, നീ എന്നോടും സംസാരിക്കരുത്. Will you be happy with that forgiveness? അങ്ങനെയെങ്കിൽ ആ ക്ഷമ നിമിത്തം വാസ്തവത്തിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുമോ? When you say, Tangachan, I forgive you, but don't come to my house, I will not come to your house, because if you come again, there is problem. So don't come to my house, I will not come to your house, but I forgive you. നിങ്ങൾ പറയുകയാണ്, തങ്കച്ചൻ, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷേ ഇനിമേൽ നിങ്ങൾ എന്റെ വീട്ടിൽ വരരുത്, വന്നാൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഉറപ്പാ, അതുകൊണ്ട് പക്ഷേ നിങ്ങൾ എന്റെ വീട്ടിൽ വരരുത്, ഞാൻ നിങ്ങളുടെ വീട്ടിലും വരികയില്ല, പക്ഷേ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. Suppose Jesus says like that, Tangachan, I have forgiven you, but I will not come to your house, and don't come to my house. എന്നാൽ യേശു ഇങ്ങനെ പറയുന്നുവെന്നിരിക്കട്ടെ, തങ്കച്ച, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷേ ഞാൻ നിന്റെ വീട്ടിൽ വരികയില്ല, നീ എന്റെ അടുക്കലും വരരുത്. No, don't come to my house. എന്റെ വീട്ടിൽ വരരുത്.
Will you be happy with that forgiveness? അങ്ങനെയെങ്കിൽ ആ ക്ഷമ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നുമോ? Some Pentecostal people, I am ashamed to say, they have this wishy-washy forgiveness. ഇങ്ങനെ ചില പെന്തക്കോസ്തുകാർ ഈ വിധത്തിലുള്ള ക്ഷമയോടിക്കൽ നടത്തുന്നു എന്നതിൽ ഞാൻ ലജ്ജയോടെ പറയേണ്ടി വരുന്നു. If you don't talk to your brother, that means you are not talking to Jesus. നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് സംസാരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ യേശുവിനോട് സംസാരിക്കുന്നില്ല. Listen carefully. How much you love your enemies, that much only you love Jesus. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. എത്ര അധികം നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ അത്ര മാത്രമേ യേശുവിനെയും സ്നേഹിക്കാൻ കഴിയൂ. If you hate somebody on earth, that means you are hating Jesus. നിങ്ങൾ ഈ ഭൂമിയിൽ ആരെങ്കിലും ഹൃദയത്തിൽ പകയ്ക്കുന്നുവെങ്കിൽ ആ പക യേശുവിനോടാണ്. Somebody might have died and gone, but still you may have a grudge. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരുന്ന വ്യക്തി മരിച്ചു മൺമറഞ്ഞിരിക്കാം, എന്നിട്ടും ആ വ്യക്തിയോടുള്ള പക നിങ്ങളുടെ ഉള്ളിൽ കരുതി സൂക്ഷിക്കുന്നുണ്ടാവാം. How do you know you got a grudge against Tangachan? തങ്കച്ചനോട് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കും? When Tangachan is not there, you will speak evil of Tangachan to others. That is a sure sign you are bound with the spirit of hatred. തങ്കച്ചൻ ഇല്ലാത്ത സ്ഥാനത്ത് തങ്കച്ചനെ കുറിച്ച് ഏതെങ്കിലും ദോഷം നിങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായും ആ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നത് ഉറപ്പായ സംഗതിയാണ്. Word of God says, if you hate someone, ദൈവവചനം പറയുന്നു, നിങ്ങൾ ആരെയെങ്കിലും പകയ്ക്കുന്നുവെങ്കിൽ, are you listening this? നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? Will you be listening to this? നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നുവോ? It may be a shocking thing, but it is from the Bible. ഒരുപക്ഷെ നിങ്ങളെ പിടിച്ചു കുലുക്കുന്ന ഒരു കാര്യമായിരിക്കാം ഇത്, പക്ഷേ എന്നാൽ ഇത് തിരുവഴുത്തിലുള്ള കാര്യമാണ്. If you are hating someone, നിങ്ങൾ ആരെയെങ്കിലും പകയ്ക്കുന്നുവെങ്കിൽ, you pray, your prayer will become sin. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും പാപമായി തീരും. If you hate someone, നിങ്ങൾ ആരെയെങ്കിലും പകയ്ക്കുന്നുവെങ്കിൽ, Satan will be standing at right hand. നിങ്ങളുടെ വലത്ത് ഭാഗത്ത് പിശാച് നിൽക്കും. If you are hating someone, ആരെയെങ്കിലും നിങ്ങൾ പകയ്ക്കുന്നുവെങ്കിൽ, God will remove your ministry from you. നിങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളുടെ ശുശ്രൂഷ എടുത്തു കളയും. You may be asking, preacher, where is that written? ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഉപദേശി, അത് എവിടാണ് എഴുതിയിരിക്കുന്നത്? It is in your Bible. അതെ, നിങ്ങളുടെ വേദപുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. You are hating someone, isn't it? നിങ്ങൾ ആരെയെങ്കിലും പകയ്ക്കുന്നുവെങ്കിൽ, Maybe today you might have been speaking evil of someone. ഒരുപക്ഷെ ഇന്നത്തെ പകലിൽ തന്നെ ആരെ കുറിച്ചെങ്കിലും നിങ്ങൾ ദോഷം പറഞ്ഞിട്ടുണ്ടാകാം. Let me repeat it again. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയട്ടെ, Hate someone, ആരെയെങ്കിലും നിങ്ങൾ പകയ്ക്കുന്നുവെങ്കിൽ, afterwards whatever prayer you make, your prayer will become sin. നിങ്ങൾ അതിനുശേഷം കഴിക്കുന്ന പ്രാർത്ഥനയും പാപമായി തീരും. And Satan will be standing at your right hand. പിശാച് നിങ്ങളുടെ വലത്ത് ഭാഗത്ത് നിൽക്കും. And if there is any ministry you are doing, God will remove it and give to somebody else. നിങ്ങൾ ഏതെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അത് നിങ്ങളിൽ നിന്ന് എടുത്ത് മറ്റൊരാൾക്ക് ദൈവം കൊടുക്കും. Now if you got a Bible, open your Bible to Psalm 109. നിങ്ങൾക്ക് വേദപുസ്തകം ഉണ്ടെങ്കിൽ എല്ലാവരും അത് തുറന്ന് 109 സങ്കീർത്തനം എടുക്കുക. Please read verse 3, then 6, 7 and 8. 3-ാം വാക്യവും 6-ഉം 7-ഉം 8-ഉം വാക്യവും വായിക്കുക. They compassed me about also with words of hatred and fought against me without a cause. When he shall be judged, let him be condemned, and let his prayer become sin. Let his days be few, and let another take his office. അവൻ ദോഷവാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു, കാരണം കൂടാതെ എന്നോട് കരുതിയിരിക്കുന്നു. നീ അവന്റെ മേലൊരു ദുഷ്ടനെ നിയമിക്കണമേ. എതിരാളി അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ. Unfortunately, പാപമായി തീരട്ടെ. verse 8 also. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ. അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. And next verse. അവന്റെ നാളുകൾ ചുരുങ്ങി പോകട്ടെ. അവന്റെ സ്ഥാനം മറ്റൊരുത്തിനേൽക്കട്ടെ. Unfortunately, Malayalam is not very clear. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മലയാളം വളരെ വ്യക്തമല്ല. But third verse is clear. എന്നാൽ 3-ാം വാക്യം വ്യക്തമാണ്. They compass me about with words of hatred. അവർ ദ്വേഷവാക്കുകൾ അഥവാ പകയുടെ വാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു. And 6th verse, listen in English. 6-ാം വാക്യം ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കുക. Let Satan stand at his right hand. സാത്താൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കട്ടെ. But Malayalam translation is not
correct. English says, let Satan stand at right hand. മലയാളത്തിൽ അത് വ്യക്തമായിട്ടല്ല ഇംഗ്ലീഷിൽ പറയുന്നത്, പിശാച് സാത്താൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കട്ടെ. Let me tell you, wherever you are seated, നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, നിങ്ങളോട് ഞാൻ പറയുന്നത്, you are hating someone, നിങ്ങൾ ആരെയെങ്കിലും പകയ്ക്കുന്നുവെങ്കിൽ ugly Satan is standing right on the right side of your side. അതെ, ഏറ്റവും മോശക്കാരനായ പിശാച് നിങ്ങളുടെ വലത്തുഭാഗത്ത് തന്നെ നിൽക്കുകയാണ്. You may be a Pentecostal man or a sinner or backslider, whoever it may be. നിങ്ങളൊരു പെന്തക്കോസ്തുകാരനോ ഒരു പാപിയോ പിന്മാറ്റക്കാരനോ ആരുമായിക്കൊള്ളട്ടെ, You are hating someone, maybe you are hating your own wife or husband or mother-in-law, doesn't matter, whatever it may be. If you are hating someone, Satan will be standing at your right. നിങ്ങൾ ആരെങ്കിലും ഒരു വ്യക്തിയെ പകയ്ക്കുന്നുവെങ്കിൽ, അത് ഭർത്താവിനെ ആകട്ടെ, ഭാര്യയാകട്ടെ, അമ്മാവിയപ്പനെ അമ്മാവിയമ്മയെ ആകട്ടെ, ആരെയും ആകട്ടെ, നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൽ പകയ്ക്കുന്നുവെങ്കിൽ പിശാച് നിങ്ങളുടെ വലത്തുഭാഗത്ത് നിൽക്കുകയാണ്. And let his prayer become sin. അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. Maybe you may be telling, oh, I am praying, the more I pray the problem is becoming worse. ഞാൻ അധികം പ്രാർത്ഥിക്കുന്നു, കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്തോറും എന്റെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നുവെന്നായിരിക്കാം നിങ്ങൾ പറയുന്നത്. I tell you, stop praying. ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന നിർത്തുകയും. I tell you, stop praying. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന നിർത്തുകയും. Make your life right with God. ഒന്നാമത് നിങ്ങളുടെ ജീവിതത്തെ ദൈവവുമായി ക്രമപ്പെടുത്തുക. Go and reconcile with your enemies. നിങ്ങളുടെ ശത്രുവുമായി നിങ്ങൾ ചെന്ന് നിരപ്പ് പ്രാപിക്കുക. Remove the hatred out of your heart. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പക നീക്കിക്കളക. And ask the Lord to fill your heart with heavenly love. സ്വർഗീയ സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയം നിറയ്ക്കേണ്ടതിന് കർത്താവിനോട് ആവശ്യപ്പെടുക. And then you pray. പിന്നീട് നിങ്ങൾ പ്രാർത്ഥിക്കുക. Your prayer will become very sweet. നിങ്ങളുടെ പ്രാർത്ഥന വളരെ മാധുര്യമേറിയതാകും. You will feel in your spirit, your prayer is really breaking the gates of hell and creating really problem for the devil's kingdom. വാസ്തവത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന പാതാള ഗോപുരങ്ങളെ തകർക്കുന്നതും പൈശാചിക സാമ്രാജ്യത്തിൽ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതുമാണെന്നുള്ളത് വാസ്തവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. Tonight you will feel the power of God coming and really touching you. ഇന്ന് രാത്രി ദൈവശക്തി ഉത്സവമായി ഇറങ്ങി വന്ന് നിങ്ങളെ തൊടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. Oh, don't wait Satan to stand. Don't let it continue that Satan may stand at your right hand. ഇനിമേൽ ഈ സാത്താൻ നിങ്ങളുടെ വലത്ത് ഭാഗത്ത് നിൽക്കുവാൻ അനുവദിക്കരുത്. You may be anybody. നിങ്ങൾ ആരുമായി You കൊള്ളട്ടെ. may be a servant of God. നിങ്ങളൊരു You ശുശ്രൂഷക്കാരനാകട്ടെ, may be a believer. വിശ്വാസിയാകട്ടെ, You may be a backslider. നിങ്ങളൊരു You may പിന്മാറ്റക്കാരനാകട്ടെ, be a sinner. ഒരു ഭാവിയാകട്ടെ. Do you want Satan to be at your right hand? പിശാച് നിങ്ങളുടെ വലത്ത് ഭാഗത്ത് നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. You may be asking, what is the meaning of Satan standing at the right hand? പിശാച് വലത്ത് ഭാഗത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. Somebody came this morning ചിലർ ഇന്ന് രാവിലെ എന്റെ അടുക്കൽ വന്നു. and that person started accusing a particular person in his family. എന്റെ അടുക്കൽ വന്നയാൾ തന്റെ കുടുംബത്തിലെ ചില വ്യക്തികളെ He started accusing somebody in his own family. തന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ചില ആളുകളെ താൻ കുറ്റപ്പെടുത്തുകയായിരുന്നു. I tried to pacify him. He couldn't. I tried to silence him. തന്നെ മൗനത്തോടെ നിർത്തുവാൻ ഞാൻ ശ്രമിച്ചു. But he could not. പക്ഷേ തനിക്കത് നിൽക്കുവാൻ കഴിഞ്ഞില്ല. As soon as he opens the mouth, he wants to speak evil of that person. താൻ എപ്പോൾ വായി തുറക്കുമോ ഉടനെ മറ്റേയാളിനെ കുറിച്ചുള്ള ദോഷമാണ് പറയുന്നത്. But then you know what he told me? ഒടുവിൽ താൻ പറഞ്ഞത് For എന്തെന്നറിയാം? the last over 20 years, I am not able to sleep properly. Actually, he told me he couldn't sleep, but I think it may be exaggeration. തനിക്ക് ശരിയായി ഉറങ്ങാനേ കഴിയുന്നില്ലെന്നാണ് താൻ പറഞ്ഞത്. He told he cannot sleep at all. തനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല എന്ന് താൻ പറഞ്ഞു. But perhaps I take that he is not able to sleep properly. തനിക്ക് ശരിയായി ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. And then he told he is mentally affected. ഒടുവിൽ താൻ പറഞ്ഞത് താൻ മാനസികമായി ബാധിതനാണ്. That is Satan standing at the right hand. അതാണ് പിശാച് വലത്തുഭാഗത്ത് നിൽക്കുക എന്നത്. No sleeping pill is able to give him any remedy.
no sleeping pill. ഉറക്ക ഗുളികകൾക്കൊന്നും ഇതൊന്നും ഒരു ശരിയായ പ്രതിവിധി അല്ല. He is a figure of misery. താൻ അരിഷ്ടമായ ജീവിതത്തിന്റെ ഒരു ചിത്രമാണ്. That is what Satan standing at the right. അതാണ് പിശാച് വലത്ത് ഭാഗത്ത് നിൽക്കുക എന്ന് പറയുന്നത്. Today, don't you see that Satan is standing at the right hand of some of you? ഇന്ന് രാത്രി നിങ്ങളിൽ ചിലരുടെയെങ്കിലും വലത്ത് ഭാഗത്ത് ഈ സാത്താൻ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? Don't you think that you lost the interest for prayer because the more you pray, the more problems come? നിങ്ങൾ പ്രാർത്ഥിക്കും തോറും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് നിമിത്തമാണ് നിങ്ങളുടെ പ്രാർത്ഥന കുറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നു. Let your prayer become sin. That is what the word of God says. അതെ, നിങ്ങളുടെ പ്രാർത്ഥന പാപമായി തീരട്ടെ, അതാണ് ദൈവവചനം പറയുന്നത്. Tonight, ഇന്ന് രാത്രി forgive your enemies. നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കാം. If you really forgive your enemies, വാസ്തവമായി നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുന്നുവെങ്കിൽ what will happen? സംഭവിക്കുന്നതെന്നറിയാമോ? It is the climax of your happiness. നിങ്ങളുടെ സന്തോഷത്തിന്റെ പരമാവധി അളവാണത്. I saw a new heaven. ഞാനൊരു പുതിയ സ്വർഗം കണ്ടു. Oh, when we learn to forgive others, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ പഠിക്കുമ്പോൾ you will see a new heaven. നിങ്ങൾക്കൊരു പുതിയ സ്വർഗം കാണാം. Life will be changed. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. There may be some people who are reluctant, delaying, doubting to take water baptism by immersion. വെള്ളത്തിൽ മുഴുകിയുള്ള സ്നാനമേൽക്കുവാൻ താമസിക്കുന്നവർ, അതിനെ നിഷേധിക്കുന്നവർ, സംശയിച്ച് നിൽക്കുന്നവർ ചിലരുണ്ടാകാം. The reason is that these 5 steps, at least one of them, you fail to obey. അതിന്റെ കാരണം നിങ്ങൾ ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും അനുസരിക്കേണ്ടിയിരിക്കുന്നു. No, one of them you may not have obeyed. I told you the 5 steps of happiness. സന്തോഷത്തിന്റെ 5 മുഖങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ. Maybe out of them, one of them perhaps you may not have obeyed. ഒരുപക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്നുപോലും നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടാവില്ല. The day Jesus came into my heart, യേശു എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ my heart was changed. എന്റെ ഹൃദയം മാറി. Again I went back to my old nominal Jacobite church. വീണ്ടും ഞാൻ എന്റെ പഴയ യാക്കോബായ സഭയിലേക്ക് ചെന്നു. I thought, why should I go to Pentecost? Let me be in my mother church so that I can improve my church. ഞാൻ എന്തിന് പെന്തക്കോസ്റ്റിൽ പോകണം? എന്റെ മാതൃസഭയിലേക്ക് ചെന്ന് അതിൽ ഒരു പുരോഗതി ഉണ്ടാക്കിയാൽ എന്ന് ഞാൻ ചിന്തിച്ചു. The Lord told me, my son, sitting inside the basket, you cannot lift the basket. Come out of the basket and lift it. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞത്, മകനെ, നീ ഒരു കുട്ടയ്ക്ക് അകത്ത് കയറി ഇരുന്നുകൊണ്ട് അതിനെ പൊക്കുവാൻ ശ്രമിച്ചാൽ സാധിക്കില്ല. നീ അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അത് തൂക്കിയെടുക്കുക, നിനക്കത് പൊക്കാം. There may be some beloved ones who are still sitting in the basket. The Lord is asking you, come out of the basket, then you can lift it. ഇന്ന് രാത്രിയും ഇതുപോലെ പലരും ഒരു ബാസ്ക്കറ്റിനുള്ളിൽ ഇരിക്കുന്നവരായിരിക്കാം. കർത്താവ് നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരൂ, അതിനുശേഷം നിങ്ങൾക്കത് പൊക്കിയെടുക്കാം. I did not want to come to this Pentecostal church. ഈ പെന്തക്കോസ്ത് സഭയിലേക്ക് വരുവാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചില്ല. And I fasted and prayed. എന്നാൽ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ Very clearly showed me in a vision. ദൈവം ഒരു ദർശനത്തിൽ വളരെ വ്യക്തമായി എന്നെ കാണിച്ചു. That was in 1959. 1959 God showed these white-clad saints. ഈ വെള്ളവസ്ത്രധാരികളായ വിശുദ്ധന്മാരെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. These are my saints. കർത്താവിനോട് പറഞ്ഞു, ഇവർ എന്റെ വിശുദ്ധന്മാരാണ്. You want to live a holy life? This is the place I kept you. I will not leave you nor forsake you. നീ ഒരു വിശുദ്ധ ജീവിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സ്ഥാനത്ത് ഞാൻ നിന്നെ സൂക്ഷിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. I am not inviting you to change your religion, change your denomination and come to the Pentecostal mission. I am not asking you. ആയതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ സഭയോ സമുദായമോ വിട്ട് നിങ്ങൾ പെന്തക്കോസ്തിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. But the Lord guided me about 40 years ago to this truth. എന്നാൽ ഏറെക്കുറെ 40 ആണ്ടുകൾക്ക് മുൻപ് ഈ സത്യത്തിലേക്ക് ദൈവം എന്നെ കരം പിടിച്ച് നടത്തി. Let me close my words now. ഇപ്പോൾ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. Do you want a true lasting happiness? വാസ്തവമായ നിലനിൽക്കുന്ന സന്തോഷം നിങ്ങൾക്ക് ആവശ്യമോ? Receive forgiveness of sins from heaven. പാപക്ഷമ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുക. His blood can wash you. അവന്റെ രക്തം നിങ്ങളെ കഴുകും. And secondly, go and ask forgiveness from others if you grieved anybody. രണ്ടാമത്, നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമായാചനം നടത്തുക. Thirdly, forgive yourself. മൂന്നാമത്, നിങ്ങളോട് തന്നെ നിങ്ങൾ ക്ഷമിക്കുക. Our God can go to the past and cleanse our past. And നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്
അവയെ കഴുകി ശുദ്ധീകരിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. Fourthly, forgive God. നാലാമത് ദൈവത്തോട് ക്ഷമിക്കാം. All your questions today bring to the foot of the cross and leave it. ഇന്ന് രാത്രി നിങ്ങൾ ഉദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കാൽവറിയുടെ ചുവട്ടിൽ കൊണ്ടിട്ട് നിങ്ങൾ സ്വതന്ത്രരായി പോകാം. You will be free. നിങ്ങൾ സ്വതന്ത്രരായി തീരും. And when you are made free, നിങ്ങൾ സ്വതന്ത്രരായി കഴിയുമ്പോൾ God can set you free from your sickness. നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ സ്വതന്ത്രമാക്കുവാൻ ദൈവത്തിന് കഴിയും. Sin and sickness go together. പാപവും രോഗവും തമ്മിൽ ഇണങ്ങിപ്പോകുന്നവയാണ്. I was diabetic. ഞാൻ പ്രമേഹ രോഗിയായിരുന്നു. And my younger brother had it and my parents had it. എന്റെ ഇളയ സഹോദരന് എന്റെ മാതാപിതാക്കൾക്ക് ഒക്കെ ഈ പ്രമേഹ രോഗമുണ്ടായിരുന്നു. I was dying of diabetes. ഞാൻ ഈ പ്രമേഹത്താൽ വളരെ ബാധിതനായിരുന്നു. I thank God about 25 years ago, 1 second, as I, with a vision, completely and instantly the Lord healed me. എന്നാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുൻപ് ഒരൊറ്റ നിമിഷം കൊണ്ട് എന്റെ കഠിനമായ പ്രമേഹത്തെ ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കി. Once with asthma I couldn't raise the Bible even. I had such an asthma, carrying the Bible was... എന്റെ വേദപുസ്തകം പോലും കൈകൊണ്ടെടുക്കാൻ കഴിയാത്ത വിധം ഞാനൊരു ആസ്മാ രോഗിയായിരുന്നു. Tonight, I tell you, many years ago, the Lord completely healed me. അനേക വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി. Tonight, whatever may be your problem, ഇന്ന് രാത്രി നിങ്ങളുടെ പ്രശ്നം ഏതുമാകട്ടെ, you receive the word of forgiveness. നിങ്ങൾ ഈ ക്ഷമയുടെ വചനം സ്വീകരിക്കുമ്പോൾ. And fifthly, അഞ്ചാമത്, forgive others. മറ്റുള്ളവരോട് ക്ഷമിക്കുക. Forgive your enemies. നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കാം. Maybe till now Satan might have been on your right hand. ഒരുപക്ഷെ ഇപ്പോഴും പിശാച് നിങ്ങളുടെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നുണ്ടാവാം. In my spirit I feel some people have got a problem of nightmare. അതെ, ഇന്ന് രാത്രിയും ചില രാത്രിയിൽ പേടി സ്വപ്നവുമായി കഴിയുന്ന ചിലർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ എന്റെ ആത്മാവിൽ എനിക്ക് ഉണരുന്നു. Tonight the Lord will set you free from the nightmares. എന്നാൽ ഇന്ന് രാത്രി ആ പേടി സ്വപ്നങ്ങൾ നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ ദൈവത്തിന് കഴിയും. I thank God, by the grace of God I am free from nightmares. എന്നാൽ അങ്ങനെയുള്ളതായ പേടി സ്വപ്നങ്ങളിൽ നിന്ന് ദൈവം എന്നെ പൂർണ്ണമായി സ്വതന്ത്രമാക്കിയത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. Even if 1,000 guards will be all around your house, you can get nightmares. ഒരുപക്ഷെ 1000 ആളുകൾ നിങ്ങളുടെ വീടിന് ചുറ്റും കാവൽക്കാരായി നിൽക്കുന്നുണ്ടാവാം, എങ്കിലും നിങ്ങളെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ രാത്രിയിൽ ഉണ്ടാവില്ല. Possible when Satan is at your right hand, maybe he may be giving the nightmares also. എന്നാൽ സാത്താൻ നിങ്ങളുടെ വലത്ത് ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായും അവൻ അങ്ങനെ നിങ്ങളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. Tonight, forgive your enemy. ഇന്ന് രാത്രി നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കാം. Love them with all your heart. മുഴു ഹൃദയത്തോടെ അവരെ സ്നേഹിക്കാം. And if you have been delaying to take water baptism, ജലസ്നാനം എടുക്കുവാൻ നിങ്ങൾ മുഴുവൻ സ്നാനം സ്വീകരിപ്പാൻ താമസിക്കുന്നുവെങ്കിൽ, tonight may be your last night. ഇന്ന് രാത്രി ഒരുപക്ഷേ നിങ്ങളുടെ അവസാന രാത്രിയാകാം. Maybe your last night of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യരാത്രിയാകാം ഇത്. Decide to obey the word of God. ദൈവവചനം അനുസരിപ്പാൻ തീരുമാനിക്കുകയും. You may be going around so many churches. നിങ്ങൾ അനേക സഭകളെ ചുറ്റി നടന്ന് നോക്കുന്നുണ്ടാവാം. I am not inviting you to this church. ഈ സഭയിലേക്ക് വരുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നില്ല. Jesus invited me. എന്നാൽ യേശു എന്നെ ക്ഷണിച്ചു. And ever since Jesus has been helping me. അതെ, ആ യേശു നിങ്ങളെയും സഹായിപ്പാൻ കഴിവുള്ളവനാണ്. Shall we all stand up now? നമുക്കെല്ലാവർക്കും ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കാം. Shall we all stand up? എല്ലാവർക്കും എഴുന്നേൽക്കാം. Tonight he wants to give his happiness. ഇന്ന് രാത്രി തന്റെ സന്തോഷം നിങ്ങൾക്ക് തരുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. Happiness that the world cannot give, the world cannot take. ഈ ലോകത്തിൽ തരുവാനും എടുക്കുവാനും കഴിയാത്ത സന്തോഷം. You will be eternally happy. നിങ്ങൾ നിത്യ സന്തോഷത്തിനായി തീരും. I have seen people smiling and dying. അനേകർ Smiling and dying. ചിരിച്ചുകൊണ്ട് മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Oh, there are number of people slept on my shoulder or in my body. അതെ, എന്റെ ശരീരത്തിൽ എന്റെ തോളിൽ തന്നെ ചാഞ്ഞ് അനേകർ നിദ്രയിലായിട്ടുണ്ട്. This morning I saw a young sister. I remembered many years ago, her brother died on my shoulder. ഇന്ന് രാവിലെ ഞാനൊരു യൗവനക്കാരിയായ സഹോദരിയെ കണ്ടു. ചില വർഷങ്ങൾക്ക് മുമ്പ് തന്റെ സഹോദരനും എന്റെ തോളിൽ ചാഞ്ഞ നിദ്രയിലായ ആളാണ്. Whether life or death, അതെ, മരണമോ ജീവനോ ഏതുമാകട്ടെ, Jesus guarantees true lasting happiness. യേശു നിങ്ങൾക്ക് നിലനിൽക്കുന്ന സന്തോഷം